മുണ്ടക്കൈ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാനായി നിരവധി ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പലതും കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ 32ഓളം വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. മേപ്പാടിക്കടുത്തുള്ള നെല്ലിമാളം എന്ന സ്ഥലത്ത്. നമ്മൾ ഈ കാണുന്ന വീടുകളിൽ 7 എണ്ണം പൂർത്തീകരിച്ചത് ജമിയത്തുൽ ഉലമയാണ്. അവർ പൂർത്തീകരിച്ചു, ചിലത് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. മംഗലാപുരം കേന്ദ്രീകരിച്ചുള്ള ഒരു സംഘടനയായിട്ടാണ് നമ്മൾ ഇടതുവശത്ത് കാണുന്ന വീടുകൾ. തമിഴ്നാട് നിന്നുള്ള മുസ്ലിം സംഘടനയുണ്ട്, ജമാഅത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ. അവർ 14 വീടുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവകാരുണ്യ പ്രവർത്തകനായ നാസർ മാനുവുമായി ബന്ധപ്പെട്ട് വീടുകൾ നിർമ്മിക്കുന്നുണ്ട്. കൊല്ലം ഷാഫിയുമായി ബന്ധപ്പെട്ട്. അങ്ങനെ മൊത്തം ഈ ഒരു സ്ഥലത്തിൽ മാത്രം, ഈ ഒരു ചുറ്റളവിൽ മാത്രം 32 വീടുകൾ നിർമ്മിക്കുന്നതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇതിൽ പകുതിയിലധികം വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ചിലത് കൈമാറ്റം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇച്ഛാശക്തിയോടുകൂടി ഇവരെ പുനരധിവസിപ്പിക്കണമെന്നൊരു തീരുമാനവുമായി ഒരു കൂട്ടർ ഇറങ്ങുകയാണെങ്കിൽ അവർക്ക് ആ നിർമ്മാണം പൂർത്തീകരിക്കാനും അവരെ പുനരധിവസിപ്പിക്കാനും കഴിയുമെന്നതിൻ്റെ ഒരു ചിത്രം കൂടിയാണിത്. ഇവർ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് സർക്കാർ ലിസ്റ്റിൽ ഇടം പിടിക്കാത്ത ആൾക്കാരാണെന്നുള്ളതാണ് പ്രത്യേകത. അതിൽ പലർക്കും കൈമാറ്റം ഇപ്പോൾ നടത്താത്തത് സർക്കാരിൻ്റെ ലിസ്റ്റ് പൂർത്തിയാകാത്തത് കൊണ്ടാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു വീട് അവർ ജമിയത്തുൽ ഉലമ കൈമാറിയിട്ടുണ്ട്. അത് മുണ്ടക്കൈ നിവാസികളാണ്. അതേസമയം പാടിയുള്ളവരാണ്. നമുക്കറിയാം, പാടിയുള്ളവർ ഇതുവരെയും പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അതിലൊരു കൂട്ടർക്കാണ് അവർ നൽകിയിരിക്കുന്നത്. എവിടെ താമസിച്ചിരുന്ന? ഞങ്ങൾ മുണ്ടക്കൈ പാടിയിലാണ് അല്ലേ? പിന്നെ ഇതുവരെ സർക്കാർ ലിസ്റ്റിലൊന്നും ഇല്ല, ഇതുവരെ ലിസ്റ്റിലൊന്നും വന്നിട്ടില്ല. ഇവരിപ്പോൾ ഒരു വീട് അവര് നമുക്കൊരു വീട് തന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹിനോട് സ്തുതി പറയാം. എത്ര പേരുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ? ഞങ്ങൾ 4 പേര്. എനിക്ക് 2 മക്കളും ഹസ്ബൻഡും. അപ്പോൾ നിങ്ങളുടെ കൂടെ താമസിച്ചവരൊന്നും ഇതുവരെയും വീട്ടിലാതെ നിൽക്കുകയാണ്? വീടില്ലാതെ നിൽക്കുകയാണ്. ലിസ്റ്റിൽ പെട്ടിട്ടുമില്ല? ഇല്ല. വൈകാതെ ഇവിടെ താമസം തുടങ്ങും അല്ലേ? താമസം തുടങ്ങണം എന്നാണ്. സന്തോഷത്തിലാണ്. കാരണം സർക്കാർ വീട് പോലും ഇതൊന്നും ആയിട്ടില്ല. അതായത് സർക്കാരിൻ്റെ പദ്ധതികൾ നമുക്കറിയാം. ആദ്യ മാതൃകാ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ മറ്റും വീടുകൾക്കൊക്കെ ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം മറ്റുമൊക്കെ നിർമ്മാണം വൈകുന്നുണ്ട്. ഇതിനിടയിലാണ് ചില സംഘടനകൾ വീടുകൾ നിർമ്മിച്ച് പൂർത്തീകരിച്ച് സർക്കാർ ലിസ്റ്റിലാത്ത ആൾക്കാരെ കണ്ടുപിടിച്ച് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1.